പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂൺ മാസം 15-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല കഴിഞ്ഞ പൽക്കാലം നമ്മളെ അത്ഭുതകരമായി കർത്താവ് സൂക്ഷിച്ചതിന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കരം ഉയർത്തി പറഞ്ഞിട്ട് കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ഈ കഴിഞ്ഞ ഈ പ്രഭാതത്തിൽ നമ്മളെ ആരോഗ്യത്തോടെ ഉണർത്തിയതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ അത്ഭുതകരമായി കർത്താവ് നടത്തുന്നത് ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം നാം സന്തോഷിക്കുക, നാം ആനന്ദിക്കുക, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് നമ്മളെ വിളിച്ചതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യാം, നന്ദിയോടെ സ്തോത്രം ചെയ്യാം. 57-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എൻ മനമേ ഉണരുക, വീണയും കിന്നരവുമായുള്ളവയെ ഉണരുവീൻ. ഞാൻ അധികാലത്തുണരും. കർത്താവേ, വംശങ്ങളിടയിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. ജാതികളുടെ മധ്യേ ഞാൻ കർത്താവിന് കീർത്തനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്താൽ നമ്മളതിൽ സന്തോഷിക്കാൻ പഠിക്കണം, അതിൽ നമ്മൾ ആനന്ദിക്കാൻ പഠിക്കണം, ആ സന്തോഷത്തെ നമ്മൾ പ്രകടമാക്കാൻ പഠിക്കണം, ആ സന്തോഷത്തെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ പഠിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അടുത്തൊരു അനുഗ്രഹത്തിന് വേണ്ടി, അടുത്തൊരു മിറക്കിളിന് വേണ്ടി ഒരുക്കപ്പെടാനുള്ള വഴിയായത്. കർത്താവ് ചെയ്ത ചെറുതായാലും വലുതായാലും നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ ഉയർത്തുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മയ്ക്ക് കാരണമായി തീരും. ഉദാഹരണം പറഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ വർഷങ്ങളായി ജന്മനാ മുടന്തനായവൻ സുന്ദരൻ ഗോപുരത്തിൽ വർഷങ്ങളായി ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ കൈകളാൽ ആ മുടന്തനായവൻ സൗഖ്യമായപ്പോൾ ദിവസം പറഞ്ഞവൻ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്നാണ് പറഞ്ഞത്. ഇതായിരിക്കണം നമ്മുടെയും എക്സ്പ്രഷൻ. ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷിക്കാൻ പഠിക്കണം. ആ സന്തോഷം മറ്റുള്ളവരോട് പങ്കിടാൻ പഠിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ ആ സന്തോഷത്തെ പ്രകടിപ്പിക്കണം. കർത്താവ് എനിക്ക് ചെയ്തെന്ന് പറയണം. അത് വലിയൊരു അനുഗ്രഹമാണ്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട് ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് നടത്തിയ വിധങ്ങൾക്കായിട്ട് ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് പരിപാലിച്ച വിധങ്ങൾക്കായിട്ട് ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരങ്ങളെ ഉയർത്താം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഏകാഗ്രപ്പെടാട്ടെ. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞൊരു ദിവസം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ മാസത്തിൻ്റെ 15-ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം. കഴിഞ്ഞ 14 ദിവസങ്ങൾ അത്ഭുതകരമായി നടത്തിയല്ലോ, അതിനായിട്ട് സ്തോത്രം. ഈ 15-ാം ദിവസത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ ആർത്രൈറ്റിസിൻ്റെ വേദനകളും തേയ്മാനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ഹൃദയ സംബന്ധമായ രോഗങ്ങളും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലഡ് പ്രഷർ നോർമലാകട്ടെ, ബ്ലഡ് ഷുഗർ നോർമലാകട്ടെ. ബ്ലഡിനകത്തുള്ള സകല വർക്കുകളും യേശുവിൻ്റെ നാമത്തിൽ നോർമലായിത്തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യമുള്ള ശരീരമുണ്ടാകട്ടെ. ആരോഗ്യമുള്ള ശരീരമുണ്ടാകട്ടെ. ഇമ്മ്യൂണിറ്റി പവർ കൂടട്ടെ. ഇമ്മ്യൂണിറ്റി പവർ കൂടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടട്ടെ. അവർ ഊർജ്ജസ്വലരായി തീരട്ടെ. എപ്പോഴും കിടക്കണം, എപ്പോഴും ഇരിക്കണമെന്നുള്ള ആഗ്രഹം വിട്ട് ഊർജ്ജസ്വലതയുള്ളവരായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഊർജ്ജസ്വലതയുള്ളവരായി തീരട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും തന്നെ കുഞ്ഞുങ്ങളെ വിടുവിക്കണം. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണം. ആമേൻ. കടം വീഴട്ടെ. എല്ലാത്തിനും സൂപ്പർ നാച്ചുറലായ വാതിലുകൾ തുറക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവ്, ഈ പ്രഭാതത്തിൽ വീണ്ടും അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകത്തെമ്പാടും ഇന്ന് സഭായോഗം നടക്കുമ്പോൾ കർത്താവിൻ്റെ ഗ്ലോറി എല്ലാ സഭകളിലും വ്യാപരിക്കാൻ
എല്ലാ ചർച്ച് ഹോളിനകത്തേക്കും ദൈവത്തിൻ്റെ മഹിമ വ്യാപരിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ അഭിഷക്തന്മാരും അങ്ങയുടെ കൈകൾ ഉപയോഗിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആമേൻ, എല്ലാ ചർച്ചുകൾക്കും ചുറ്റും, എല്ലാ ഹോളുകൾക്ക് ചുറ്റും സ്വർഗീയ സൈന്യം കാവലായി നിൽക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. വലിയ ഉണർവിന് ഇന്നത്തെ സഭായോഗങ്ങൾ മുഖാന്തരമായി തീരുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷേ നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 നമുക്ക് സ്പെഷ്യൽ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടാകും. സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടാകും നാളത്തെ മീറ്റിങ്ങിൽ. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ പങ്കെടുക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും. നിങ്ങൾ ഇപ്പോൾ തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും നാളത്തെ ശുശ്രൂഷകൾ അനുഗ്രഹമായി തീരുവാനും കർത്താവ് നാളെ നമ്മുടെ കൂടെയുള്ള അതിഥിയെ ശക്തമായിട്ട് ഉപയോഗിക്കാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലായിടത്തും ആമേൻ, ഹല്ലേലൂയ, ഒരു വലിയ മഹത്വം വെളിപ്പെടുവാൻ ആ മീറ്റിംഗ് മുഖാന്തരമാകണം. നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ തക്ക സമയത്ത് പങ്കെടുക്കുകയും ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 43 യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം സകലർക്കും സുപരിചിതമായ വാക്യം. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. എങ്ങും ദൈവമക്കൾ ഒറ്റയ്ക്കല്ല. എല്ലായിടത്തും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. എത്ര വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും, എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് പോകുന്നതെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ ബലമെന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. കർത്താവ് പറഞ്ഞ്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ, എന്നാൽ അതായത് അല്ലെങ്കിൽ അഗ്നിയിലൂടെ നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ, അല്ലെങ്കിൽ അഗ്നി കൂടെ തീയിൽ കൂടെ നടന്നാൽ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളുണ്ട്. ചിലപ്പം വെള്ളത്തിന് സമാനമായ പ്രശ്നങ്ങളുണ്ടാകാം, തീക്ക് സമാനമായ പ്രശ്നങ്ങളുണ്ടാകാം. ചലഞ്ചസ് ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലുണ്ടായി, യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായി, പഴയ നിയമഭക്തന്മാരുടെ ജീവിതത്തിലുണ്ടായെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ചലഞ്ചസിലൂടെ നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ചലഞ്ചസിനകത്തൂടെ പോകുമ്പോൾ ദൈവത്തിൻ്റെ സഭ ഓർത്തിരിക്കേണ്ടത്, ദൈവ പൈതൽ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ തനിച്ചല്ല പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ കൂടെ കർത്താവുണ്ട്. ഹല്ലേലൂയ. അത് ആമേൻ, എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതിനകത്ത് നമുക്ക് എന്തുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്കുണ്ട്. ചിലർ വിചാരിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചലഞ്ചസ് എൻ്റെ ജീവിതത്തിൽ വരുന്നത്? ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് യോഗ്യതയില്ലാഞ്ഞിട്ടല്ല, നമുക്ക് വിളിയുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ ചലഞ്ചസ് വരുന്നത്. ഗോലിയാത്ത് എന്തുകൊണ്ടാണ് ദാവീദിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? ദാവീദിൻ്റെ വിളി വലിയൊരു വിളിയാണ്. അപ്പോൾ ആ വലിയ വിളിയിലേക്ക് താൻ പ്രവേശിക്കണമെങ്കിൽ ഒരു എൻട്രൻസ് വേണം, ഒരു വാതിൽ തുറക്കപ്പെടണം. അതിനാണ് ഗോലിയാത്തിനെ കൊണ്ടുവന്നത്. അപ്പം ഗോലിയാത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദാവീദ് തനിച്ചല്ല നിന്ന്, ദാവീദിൻ്റെ കൂടെ ദൈവമുണ്ട്. ശദ്രക്ക് മേശക്കിനെ ഓർത്ത് നോക്കിക്കേ, അവർ അഗ്നികുണ്ഡത്തിൽ വീഴുകയാണ്. എന്തുകൊണ്ടാണ് അഗ്നികുണ്ഡത്തിൽ വീണത്? അടുത്ത ലെവൽ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ അവരുടെ കൂടെ അവർ തന്നെയല്ല തീയിൽ കിടക്കുന്നത്, അവരുടെ കൂടെ കർത്താവുണ്ട്. സിംഹത്തിൻ്റെ കുഴിയിൽ ദാനിയേൽ വീഴുമ്പോൾ ദാനിയേൽ തന്നെയല്ല, ദാനിയേലിൻ്റെ കൂടെ കർത്താവുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഈ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും അവരെ അടുത്ത ലെവലിലേക്ക് ഉയർത്തി. ഇനി ഒരു കാര്യം കൂടെ ഓർത്തോണം, അഗ്നിക്ക് സമമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനകത്ത് നമ്മളെ ഒന്ന് റിഫൈൻ ചെയ്യുക ചെയ്യുന്നത്, നമ്മളെ ഒന്നുകൂടെ ശുദ്ധീകരിക്കും. എന്നിട്ടാണ് നമ്മൾ അതിനകത്തുനിന്ന് പുറത്തു വരുന്നത്. നമ്മൾ കുറച്ചുകൂടെ വിശ്വാസത്തിൽ ഉറച്ചു വരുവാൻ, കുറച്ചുകൂടെ നമ്മൾ ദൈവത്തിൽ തെളിയിക്കപ്പെടുന്നവരായിത്തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഹല്ലേലൂയ, അയ്യോ വെള്ളത്തിന് സമമായ പ്രശ്നമാണോ, മുങ്ങിപ്പോകുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കർത്താവ് നിങ്ങളുടെ കൈ പിടിച്ചിട്ടുണ്ട്. അഗ്നിക്ക് സമാനമായ പ്രശ്നമാണോ, ഒരിക്കലും നശിച്ചു പോകുമെന്ന് വിശ്വസിക്കരുത്. അതിനകത്തൊരു പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. നിങ്ങൾ പുറത്തു വരുന്നേക്കന ഒരു ശകലം പോലും അതിൻ്റെ സ്മെല്ല് പോലും ഏക്കാതെ പൂർണ്ണതയോടെ ജയത്തോടാണ് ദൈവമക്കൾ പുറത്തു വരുന്നത് കേട്ടോ. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. യു ആർ നോട്ട് അലോൺ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.